നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 കർമ്മം അല്ലെങ്കിൽ മനുഷ്യപ്രയത്നം പരിമിതമാണ്. ഫലം ഭാവിയിലായതുകൊണ്ട് അതും പ്രവചിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ പരിമിതിയും വിശ്വശക്തിയുടെ അപരിമിതത്വവും ആ ശക്തിയുടെ മുന്നിലുള്ള നമ്മുടെ നിസ്സാരതയും മനസ്സിലാക്കി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ദുഃഖവും പ്രശ്നങ്ങളും കുറയും, മനഃശാന്തിയും സന്തോഷവും കൂടും. ഈ ബോധമില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ ദിവസം മുഴുവൻ ടാങ്കിൽ വെള്ളം കോരി നിറച്ചിട്ട് അവസാനം ടാങ്കിന് ദ്വാരമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലെയാണ്. ടാങ്കിൻ്റെ ദ്വാരം അടയ്ക്കാതെയാണ് വെള്ളം നിറച്ചത്. അതുകൊണ്ട് ടാങ്കിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല, അതെല്ലാം ഒഴുകിപ്പോയി. ഇതുപോലെയാണ് ജ്ഞാനമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ. ഈ അറിവിൻ്റെ വെളിച്ചത്തിൽ വേണം ധർമ്മവും പരസ്പര ധാരണയും കാരുണ്യവുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. എങ്കിലേ ഓരോ പ്രവൃത്തിയുടെയും പ്രായോഗികതയും അതിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ വശങ്ങളും മനസ്സിലാക്കാൻ കഴിയൂ. അശ്രദ്ധയോടെ ചെയ്യുന്ന കർമ്മം അധർമ്മമാണ്. പരിപൂർണ ശ്രദ്ധയോടെ ചെയ്യുന്ന ഏത് കർമ്മവും ധർമ്മത്തിൽ ഉറച്ചതായിരിക്കും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. ശക്രതനയ തനൂജനാമംഗദൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം, ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ. ഇനി രാമായണ ദർശനം. സീത ലങ്കയിലാണെന്നറിയിച്ച് സമ്പാതി പറന്നകന്നു. വാനരർ കൂടിയാലോചനയായി. കൊമ്പൻ സ്രാവുകൾ നിറഞ്ഞ ഉഗ്രമായ സമുദ്രം എങ്ങനെ തരണം ചെയ്യും എന്നായി അവരുടെ ചിന്ത. ചാടിക്കടക്കാനുള്ള കഴിവ് ഓരോരുത്തരും പറഞ്ഞു. ചിലർക്ക് 10 യോജന, മറ്റു ചിലർക്ക് 50 യോജന, വേറെ ചിലർക്ക് 90 യോജന വരെയും കഴിയും. അതിൽ കാര്യമില്ല, കാരണം സമുദ്രം 100 യോജനയാണ്.
വാനരന്മാർ അവരുടെ പരിധിയും പരിമിതിയും വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. സീത ഇരിക്കുന്ന ഇടം വ്യക്തമായി പറഞ്ഞുകൊടുത്ത് സമുദ്രതരണത്തിന് ആശംസകളും അറിയിച്ച് സമ്പാദി പോയി മറഞ്ഞു. വാനരന്മാർ കാര്യാലോചന ചെയ്യുകയാണ്. പിന്നെ കപിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രമഹാനക്രചക്രഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. അനന്തരം സമ്പാദി പോയി മറഞ്ഞ ശേഷമെന്നർത്ഥം. വാനരശ്രേഷ്ഠന്മാർ വളരെ കൗതുകത്തോടുകൂടി കാര്യാലോചന ആരംഭിച്ചു. ഈ ഉഗ്രമായ മഹാസമുദ്രത്തെ എങ്ങനെ കടക്കും? മഹാനക്രചക്രഭയങ്കരം. നക്രശബ്ദത്തിന് സാമാന്യമായി മുതല എന്നാണ് അർത്ഥം. നക്രചക്രം മുതലക്കൂട്ടം. പക്ഷേ ഇത് സമുദ്രമാകൊണ്ട് ആ അർത്ഥം സ്വീകരിക്കുക ഉചിതമല്ല. അതുകൊണ്ട് കൊമ്പൻ സ്രാവുകൾ എന്ന് നമുക്ക് അർത്ഥമെടുക്കാം. വലിയ കൊമ്പൻ സ്രാവുകളുടെ കൂട്ടം നിറഞ്ഞ ഈ മഹാസമുദ്രത്തെ നമ്മൾ എങ്ങനെ മറുകര കടക്കും? മറുകര കാണാനുമില്ലല്ലോ. അവർ പരസ്പരം പറയുകയാണ്, ആപതല്ലാത്തത് ചിന്തിച്ച് ഖേദിച്ച് ചാപതിനെന്തവകാശം. ഇത് നമ്മുടെ പരിധിയിൽപ്പെടുന്നതല്ല, ഇത് നമുക്കാവാത്തതാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ചിന്തിച്ച് ഖേദിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? എങ്ങനെ സമുദ്രതരണം ചെയ്യുമെന്നുള്ളതിനൊരു ഉപായം ലഭിക്കുന്നില്ല. ഈ സമയത്ത് സംഘത്തിൻ്റെ ഉത്തരവാദിത്തം അംഗദനിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അംഗദൻ എല്ലാവരോടുമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എത്രയോ ബലവീര്യ പരാക്രമശാലികളാണ് നിങ്ങൾ. അങ്ങനെയുള്ള പ്രഗത്ഭന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ എൻ്റെ അടിക വന്ന് പറയണം, ഞാൻ സമുദ്രതരണത്തിന് തയ്യാറാണ്, ഞാനിതിനാളാണ്. അങ്ങനെ പറയുന്നവനാണ് നമ്മുടെ പ്രാണനെ രക്ഷിക്കുന്നവൻ. താത്പര്യം, സുഗ്രീവൻ കൽപ്പിച്ച കാലാവധി കഴിഞ്ഞു. ഇനി സീതയെ കണ്ടെത്താതെ തിരിച്ചു പോകാൻ കഴിയില്ല. തിരിച്ചു പോകുകയാണെങ്കിൽ സുഗ്രീവൻ വധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തങ്ങളുടെ പ്രാണൻ നിശ്ചയമായി നശിക്കും. അല്ലായെങ്കിൽ സീതയെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഈ സമുദ്രതരണത്തിന് സാധ്യതയുണ്ട് തനിക്കെന്ന് അറിയിക്കുന്നവനാണ് നമ്മുടെ പ്രാണനെ രക്ഷിക്കുന്ന ആൾ. മാത്രവുമല്ല, സുഗ്രീവനും ശ്രീരാമനും സൗമിത്രിക്കും ലക്ഷ്മണനും ദുഃഖത്തെ ഇല്ലാതാക്കി സേവ ചെയ്യുന്നവനും അവൻ തന്നെയായിരിക്കും. ഇങ്ങനെ അംഗദൻ പറഞ്ഞത് കേട്ട് വാനരന്മാർ പരസ്പരം നോക്കിയെന്നല്ലാതെ ആരും ഒന്നും ഉരിയാടിയില്ല. ഒരക്ഷരം മറുപടി പറയാൻ അവർക്കാർക്കും സാധിച്ചില്ല. ആ സമയത്ത് അംഗദൻ വീണ്ടും പറയുകയാണ്, ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്യതാമുദ്യോഗപൂർവകം. അവരുടെ കാര്യാലോചനയാണ്. പ്രകാരം അംഗദൻ പറഞ്ഞപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഓരോരുത്തരും ചിത്തയെ നിരൂപിച്ച് അവനവൻ്റെ ബലസാമർഥ്യം അറിയിക്കൂ എന്ന് അംഗദൻ കൽപ്പിച്ചു. എനിക്ക് 10 യോജന ചാടാമെന്നൊരാൾ, 20 മറ്റൊരാൾ, 30 മറ്റൊരാൾ. അങ്ങനെ പറഞ്ഞ് പരമാവധി 90 യോജന വരെ ചാടാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് അറിയിച്ചു ചിലർ. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. 100 യോജനയിലേറെയാണ് ദൂരം.
ഇവിടെ 100 യോജന എന്നുള്ളത് നമ്മൾ കൃത്യമായി 100 യോജന എന്ന് എടുക്കണമെന്നില്ല. കാരണം സമുദ്ര തരണം ചെയ്യുന്ന പ്രദേശത്തു നിന്ന് ലങ്കയിലേക്ക് 100 യോജന ദൂരമില്ല. 100 യോജന 800 നാഴിക വരുമല്ലോ. 800 നാഴിക ദൂരമില്ല. അതൊരു സാമാന്യമായി പറഞ്ഞെന്നേ നമ്മൾ ഗണിക്കേണ്ടതുള്ളൂ. അല്ലാതെ 100 യോജന എന്ന് കൃത്യമായ ഒരു കണക്ക് അവിടെ എടുക്കേണ്ടതില്ല. ഇതിഹാസത്തിൽ ന്യൂനോക്തിയും അതിശയോക്തിയും എല്ലാം ഭാഷാപ്രയോഗത്തിലുണ്ടെന്ന് ഓർമ്മിക്കുക. അപ്പോൾ കടക്കേണ്ടുന്ന സമുദ്രത്തിൻ്റെ ആ കാഠിന്യം അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് 100 യോജന എന്ന് പറഞ്ഞതെന്ന് നമുക്ക് സാമാന്യമായി ഊഹിക്കാം. ഏതായാലും തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.